ഞാനിപ്പോൾ ഇന്ന് മലപ്പുറത്തുനിന്ന് വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ നമ്മുടെ മുസ്ലിം ലീഗ് നേതാക്കന്മാർ നടത്തുന്ന പ്രസ്താവനകൾ ശ്രദ്ധപ്പെടുകയുണ്ടായി. അപ്പോൾ ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇന്ന് മറ്റ് ലീഗ് നേതാക്കളും ഇവിടെ മാധ്യമങ്ങളോട് സംസാരിച്ചത് ശ്രദ്ധിക്കുമ്പോൾ വളരെ ബോധപൂർവം ന്യൂനപക്ഷ സമുദായത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനകത്ത് ഇടതുപക്ഷ വിരുദ്ധമായ തെറ്റിദ്ധാരണ രൂപപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നതാണ് കാണുന്നത്. ഇപ്പോൾ കേരളത്തിലും മലപ്പുറത്തുമൊക്കെ ന്യൂനപക്ഷ സമുദായത്തിനിടയിൽ, വിവിധ ന്യൂനപക്ഷ സമുദായ വിഭാഗങ്ങൾക്കിടയിൽ ഇടതുപക്ഷ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ല ഒരു കാലത്ത് പൂർണ്ണമായും ലീഗ് നിയന്ത്രണം ഉണ്ടായിരുന്ന, എല്ലാം ലീഗ് നിയന്ത്രിച്ചു പോന്നിരുന്ന ഒരു ജില്ലയാണ്. എന്നാൽ ഇവിടെയും ന്യൂനപക്ഷ ജനവിഭാഗം, വിശേഷിച്ച് മുസ്ലിം സമുദായം പൊതുവെ മതനിരപേക്ഷമായ ചേരിക്ക് ഒപ്പം കൂടുതലായി നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ മതനിരപേക്ഷ ചിന്താഗതിക്കാരുമാണ്. ആ മതനിരപേക്ഷ ചിന്താഗതിയുള്ള ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തി വലിയ തോതിൽ മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക. നേരത്തെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDPI, ലീഗ്, അങ്ങനെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി വോട്ട് സമാഹരണം നടത്തുന്നൊരു പതിവ് ലീഗ് സ്ഥിരമായി തുടരുന്നുണ്ട്. ഇന്നത്തെ ഒരു നിലയ്ക്ക് കേരളത്തിൽ ഇടതുപക്ഷ സ്വീകാര്യത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വർദ്ധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് തീവ്ര ഹിന്ദുത്വ വർഗീയ ശക്തികൾക്കെതിരായി സ്വീകരിച്ച ശക്തമായ നിലപാടുകൾ ആ സാമൂഹ്യ ജനവിഭാഗങ്ങളിൽ ഗവൺമെൻറ്റിനെ കുറിച്ചും മുഖ്യമന്ത്രിയെ കുറിച്ചുമൊക്കെ നല്ല അഭിപ്രായം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമിട്ടുകൊണ്ട്, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമിട്ട്, അസംബ്ലി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കാലേ കൂട്ടി തെറ്റായ രൂപത്തിൽ കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു പതിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രതികരണമാണ് ഇന്നലെയും ഇന്നുമായിട്ട് ലീഗ് നേതൃത്വം കാണുന്നത്. ഓരോ വിഷയം വരുമ്പോഴും വിഷയങ്ങളെല്ലാം ഒരു വർഗീയ വീക്ഷണത്തോടുകൂടി വിശകലനം ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇത് ഈ നാട് അംഗീകരിക്കാൻ പോകുന്നില്ല. മലപ്പുറം എന്ന് പറഞ്ഞാൽ വളരെയേറെ സെക്കുലർ പശ്ചാത്തലമുള്ള ഒരു നാടാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്തായാലും പിൽക്കാലത്തായാലും നല്ല സെക്കുലർ പശ്ചാത്തലമുള്ളൊരു നാട് കൂടിയാണിത്. എല്ലാം ലീഗ് തീരുമാനിക്കുന്നത് മാത്രം കാര്യങ്ങൾ നടത്തുന്ന ഒരു പ്രദേശമല്ല. ലീഗിൻ്റെ ഒപ്പം നിന്ന ജനങ്ങൾ വലിയ തോതിൽ ആ പാർട്ടിയിൽ നിന്ന് അകന്നു പോയതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ വ്യത്യാസവും നമുക്കിവിടെയൊക്കെ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഒരു എളുപ്പവഴി എന്നുള്ള നിലയ്ക്ക് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം ആരംഭിച്ചത് ഇപ്പോൾ ഇന്നലെ ഇന്നും കണ്ടപ്പോൾ കുറച്ച് അത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. UDFും പൊതുവേ ഈ UDFിലെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ് എന്നുള്ളതുകൊണ്ട് UDF നേതൃത്വവും ലീഗിൻ്റെ ഈ തെറ്റായ പ്രവർത്തന ശൈലിക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ച് രാഷ്ട്രീയത്തിലെ ചില എളുപ്പവഴികൾ കണ്ടെത്താനാകുമോ എന്ന് പരിശോധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇത് തെറ്റായ ഒരു രാഷ്ട്രീയ നീക്കമാണ്. മുഖ്യമന്ത്രിയുടെ ജനസ്വീകാര്യതയെ ഇല്ലാതാക്കുക എന്നുള്ള ഇതിൽ ലക്ഷ്യമുണ്ട്. തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹീനമായ തരത്തിൽ CPMനെതിരായിട്ടും ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രചാരവേലയും ഇവരിപ്പോൾ നടത്തിവരികയാണ്. ഇത് അത്യന്തം ജനങ്ങൾ നിരാകരിക്കേണ്ട ഒന്നാണ്. ജനങ്ങൾ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുടെയും യോജിപ്പിന് വേണ്ടിയും സമൂഹത്തിൽ ഹിന്ദുത്വ ശക്തികൾ
കൂടുതൽ സ്വാധീനം ചെലുത്താൻ നടത്തുന്ന പരിശ്രമത്തിന് നേരെയും ഒന്നിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് ഇത്തരം തെറ്റായ രീതിയിലേക്ക് കാര്യങ്ങളെ ഇവർ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്.